സേതുനാഥ് പത്മകുമാർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി എന്ന പുതുമുഖ നായിക, ജഗദീഷ്, ഹരിശ്രീ അശോകൻ, ആനന്ദ് മന്മഥൻ, അസീസ് നിലമങ്ങാട്, പിന്നെ ഒരു വലിയ താരനിരയുമായിട്ട് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ കുറച്ച് പക്ഷാപാതപരമായി പോയില്ലേ എന്ന് പറയുന്ന ഒരു സംശയം മുന്നോട്ട് വെക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു വൺ ടൈം വാച്ചബിൾ അനുഭവം തന്നെയാണ് ആഭ്യന്തര കുറ്റവാളി സമ്മാനിച്ചത്. ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ സായി കുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഈ തെരുവിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടപ്പ് നടന്നാൽ മതി, മറ്റേ ജീവിതത്തിൽ എല്ലാത്തിനെയും നേരിടാൻ പറ്റും, ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഏകദേശം അതുപോലെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുടുംബ കോടതിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് നടന്നു ആണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അത് അനുഭവിക്കുന്ന ആളുകളും അനുഭവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഡിവോഴ്സ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കര വലിയൊരു ലോകമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, എത്രയോ ആളുകൾ വളരെ പെയിൻഫുള്ളായിട്ട് നമുക്ക് അവരുടെ കണ്ണൊക്കെ കാണുമ്പോൾ അറിയാമെന്നേ. അതേസമയം നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ, പാവമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന എത്രയോ ആളുകൾ ക്രൂര മുഖഭാവമായിട്ട് അവരുടെ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് മറ്റു വക്കീലന്മാരൊക്കെ പറഞ്ഞിട്ട് ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോ. കോടതി വേറെ തന്നെ ഒരു ലോകമാണ്. നമ്മൾ പുറമേ കാണുന്ന ഇമോഷണൽ പരിപാടികളൊന്നും അവിടെ ഇല്ല. തെളിവുകളും രേഖകളുമാണ് അവിടെ ഏറ്റവും പ്രധാനം. ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത വകുപ്പുകളും ചെയ്യാത്ത കുറ്റങ്ങളും ഒക്കെ ചാർത്തി കൊടുക്കുന്ന ആളുകൾ, അതിൽ കൂടുതലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അതിനെയൊന്നും ഞാനും എതിർക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് വക്കീലുണ്ട്, അലീന. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് വിളിക്കാം. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ഉപദേശിച്ച് തന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ തമാശയായി എടുത്തിട്ടില്ല. പക്ഷേ കുടുംബ കോടതിയിലുള്ള ഈ യാത്രകളിൽ അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വക്കീലന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും ആവശ്യമാണെന്ന് തോന്നുന്നൊരു സാധനം ഒരു പ്രീനപ്പ് എഗ്രിമെൻറ്റ് കല്യാണത്തിന് മുമ്പ് എല്ലാവരും എടുക്കണമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ആ ഒരു വിവാഹ ബന്ധത്തിൽ, ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഇരുവരും ഇടുന്നത് ഇത്രയാണ്. അതിപ്പോൾ തുകയായിട്ടാണെങ്കിലും സ്വർണ്ണമായിട്ടാണെങ്കിലും മറ്റ് സ്വത്തുവകകളാണെങ്കിലും അത് ഇത്രയ്ക്കാണുള്ളത്. നമ്മൾ ഡിവോഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകുന്ന സമയത്ത് അത് കൃത്യമായി ഇങ്ങനെയാണ് നമ്മൾ ഭാഗം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഡിവോഴ്സിൻ്റെ സമയത്ത് ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായും ഭാര്യമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളായും പറഞ്ഞു കേൾക്കുന്ന പല കാരണങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആവാൻ ഈ ഒരു എഗ്രിമെൻറ്റിന് പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വൺസ് കോടതിയായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. കല്യാണം എന്ന് പറയുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു പാട്രിയാർക്കൽ സമൂഹമാണ് നമുക്കുള്ളത്. നിയമങ്ങൾ കൂടുതലും സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പാളിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം പാളിയ പോലെയാണ്. പക്ഷേ തിരിച്ചുവരവില്ലാത്തൊന്നും അല്ല കേട്ടോ. ജീവിതത്തിൽ എപ്പോഴും നമ്മളെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നിടത്തു നിന്നും നമുക്ക് തിരിച്ചുവരവൊക്കെ സാധ്യമാവും. നമുക്ക് ആഭ്യന്തര കുറ്റവാളിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ പറയാൻ തോന്നും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒന്ന് പെർഫോമൻസുകളാണ്. ആസിഫ് അലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ അയാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭർത്താവ്, അയാളുടെ ഹെൽപ്ലെസ്നെസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ രസമായിട്ട്, പ്രത്യേകിച്ച് അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ആസിഫ് അലിയുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ട്. എന്തൊരു രസമാണ്, എന്തൊരു പ്രതീക്ഷയാണ് ആ മനുഷ്യൻ്റെ ചിരികൾക്ക് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹരിശ്രീ അശോകൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ഏതോ ഒരു സിനിമയിലും അശോകൻ ചേട്ടനെ കണ്ടുകൊണ്ട് മാത്രം പടത്തിന് പോകാമെന്ന് ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി അസാമാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് കുറച്ച് ചെറിയ വേഷമാണ്, കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വക്കീലായിട്ടാണ്, അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു. ഈ സിനിമയിൽ ഒരു ജഡ്ജിയുണ്ട്. ജഡ്ജി നല്ല രസമുണ്ടായിരുന്നേ. വളരെ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് ജഡ്ജിയായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് കോടതി മുറി അവർ ചെയ്തിരിക്കുന്നത് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ്. പൊതുവേ നമുക്ക് അങ്ങനെ കോടതി മുറികൾ നമ്മൾ കാണുന്നത് മറ്റേ വക്കീൽ ഇറങ്ങി വന്നിട്ട് ഡയലോഗ് അടിച്ച് 2 റൗണ്ടൊക്കെ കറങ്ങി മറ്റേ ഡാൻസൊക്കെ തിരുവാതിരയൊക്കെ കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി റിയൽ ആയിട്ടുള്ള കോടതി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അവിടെയുള്ള വാദങ്ങളും ഒത്തിരി ഡയലോഗ് പറഞ്ഞാൽ കയറി പോകാനൊന്നും പറ്റില്ല കോടതിയിൽ. പക്ഷേ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൽ കുറച്ച് സിനിമാറ്റിക് ഫ്രീഡം അവർ എടുക്കുന്നുണ്ട്. എനിക്കിതിൽ എടുത്ത് പറയണം എന്ന് തോന്നുന്ന ഒരു പേര് അഭിനേതാവ് വിജയകുമാറാണ്. സ്ഥിരം സിനിമകളിൽ പറ്റിയ ചതിയനായിട്ടൊക്കെ വരുന്ന പുള്ളിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുള്ള വേഷത്തിനെ പുള്ളി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു മീറ്ററുണ്ട്. ഭയങ്കര പെർഫെക്റ്റാണ്. എന്നുവെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് കൺവിൻസിങ് ആയിട്ട് ആ വക്കീൽ, അയാൾ പറയുന്നത്, അയാളുടെ കോൺഫിഡൻസ്, അയാൾ ക്ഷമ പറയുമ്പോൾ പോലും അയാളുടെ ഡിഗ്നിറ്റി വിടാതെ ക്ഷമ പറയുക എന്നൊക്കെ പറയുന്നൊരു സാധനമില്ലേ, അത് പുള്ളി അപാരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ മാത്രമല്ല, തിയേറ്ററിൽ വലിയ വിജയമാവാതെ പോയ, OTTയിലും വലിയ അഭിപ്രായമൊന്നും കിട്ടാതെ പോയ ഏതൊക്കെയോ സിനിമകളുടെ റിവ്യൂവിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഒരു നല്ല അഭിനേതാവാണ്. അത് പുള്ളി പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ടും പുള്ളിയെ തേടി നല്ല വലിയ വേഷങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സിദ്ധാർത്ഥ് ഭരതൻ ചെറിയൊരു വേഷമാണ്, നന്നായിട്ട് ചെയ്തു. നായിക വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേട്ടോ, ആരും അങ്ങനെ മോശമാക്കിയെന്നൊന്നും ഈ സിനിമയിൽ പ്രകടനം കൊണ്ട് പറയാനില്ല. വിഷ്വലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ച കൊച്ചു കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൻ്റർവെൽ സമയത്ത് കോടതിയുടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്, അതവർ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അതുപോലെ തന്നെ
ഒരു സൗണ്ടിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി. ആംബുലൻസിൻ്റെ സൗണ്ട് പ്ലേ ചെയ്തിട്ട്, അതായത് ആംബുലൻസിൻ്റെ മറ്റേ സൈറൺ പ്ലേ ചെയ്ത് നേരെ കട്ട് ചെയ്യുന്നത് അമ്പലത്തിലേക്കാണ്. അപ്പോൾ അമ്പലത്തിലെ സൗണ്ട് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി അവർ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അതൊരു അടിപൊളി പരിപാടിയായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാത്തത്, എനിക്ക് അതും കൂടി പറയണമെന്നുണ്ട്. അതൊരു ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലും കൂടിയുള്ള ഒരാൾക്കാണ് അങ്ങനെ മിക്സ് ചെയ്യാൻ തോന്നുന്നത്. അത് എന്തിലാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പക്ഷേ സംഭവം നല്ലതാണ്. അങ്ങനെ എഡിറ്റിംഗ് കുറച്ച് കാര്യങ്ങളുണ്ട് രസമായിട്ട് തോന്നിയ. ആൻഡ് മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എവിടെ എനിക്ക് ഓവറാക്കിയതായിട്ട് തോന്നിയില്ല. സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടുള്ള പടത്തിലാണെങ്കിൽ തുടക്കം മുതലേ മറ്റേ ടോയിങ് മ്യൂസിക് ഇടുക, മറ്റേ ഹ്യൂമറാണെന്ന് കാണിക്കുക, ഫീൽ ഗുഡ് ആണെന്ന് കാണിക്കുക, ഇതിനൊക്കെ മ്യൂസിക് ഇട്ടാണ് ഇവർ ഈ പൊലിപ്പിക്കുന്നത്. ഭയങ്കര ബോറാത്. ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കറക്റ്റ് ആ ഒരു മീറ്ററിൽ സ്കെയിലിൽ രാഹുൽ രാജ് ഗംഭീരമായിട്ട് ഇതിൻ്റെ സ്കോർ ചെയ്തിട്ടുണ്ട്. വിക്കിപീഡിയ പറയുന്നത് ബിജിപാൽ, മുത്തു, ക്രിസ്റ്റി ജോണി തുടങ്ങിയവരാണ് ഇതിൻ്റെ പാട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. രാഹുൽ രാജാണ് സ്കോർ ചെയ്തിരിക്കുന്നതെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമയിലെ ഇമോഷണൽ കണക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കുറേ സ്ത്രീവിരുദ്ധ സീനുകളല്ലേ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കാവുന്നതാണ്. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്നത് അത്രയും എനിക്ക് യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഇരകളെ പലയിടത്തും വെച്ച് കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പരിചയമുള്ളതാണ്. നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളും ഇതിൽ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷനിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ഇപ്പം സ്വന്തം മകളെ കാണാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ച് മാസക്കണക്കിന് വർഷക്കണക്കിന് കാത്തിരുന്ന് ഒരു ഇച്ചിരി സമയം കിട്ടുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ അതിൻ്റെ അമ്മ വീട്ടുകാർ, ഇപ്പോൾ അച്ഛൻ വീട്ടുകാരുടെ കയ്യിലാണെങ്കിൽ അവരാണെങ്കിലും ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ കുത്തിവെക്കുന്ന ഒരു വിഷമുണ്ട് മറ്റേ ആളെക്കുറിച്ച്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ട്രോമയെക്കുറിച്ച് അവർ ചിന്തിക്കുകയില്ല. അവർക്ക് അവരുടെ വിജയം മാത്രമാണ് വേണ്ടത്. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് മറ്റേ ആൾക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു പെയിൻ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്വത്തിന് വേണ്ടിയിട്ട് ബഹളം വെക്കുന്ന ആളുകൾ, അവർ ഓപ്പോസിറ്റുള്ള ആളുടെ അവസ്ഥ പരിഗണിക്കാതെ ഇപ്പോൾ ജീവനാംശം കൊടുക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ, അതിനെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പഴയ സിസ്റ്റത്തിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭാര്യ അവരുടെ വിദ്യാഭ്യാസവും കൂടി മാറ്റി വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഈ വിവാഹത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. അവർക്കൊരു ജോലിയും ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരാളൊരു 10-30 വയസ്സാകുമ്പോഴേക്കും വിവാഹത്തിൽ നിന്ന് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ജോലി കിട്ടും? എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യം എങ്ങനെ പോകും? അപ്പോഴൊക്കെയാണ് ഒരു ജീവനാംശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാസം ഒരു തുക കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം വരുന്നത്. ഇന്ന് കാലം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളിൽ കുറേയൊക്കെ വ്യത്യാസം വരുമ്പോൾ ഇത്തരം നിയമങ്ങളെ ഈ ഡിവോഴ്സ് ആവുന്ന രണ്ട് പാർട്ടീസ് അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരം കൂടി അനുസരിച്ചുകൊണ്ട് വേണം ഇത്തരം കണക്കുകൾ വരാൻ. അങ്ങനെ ഒരു മാറ്റം നിയമത്തിൽ ആവശ്യമാണ്. പക്ഷേ ഇങ്ങനൊരു നിയമമുണ്ട് എന്നുള്ളത് കൃത്യമായി ദുരുപയോഗം ചെയ്യുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി വിഷം കുത്തി വെക്കുന്ന ബന്ധുക്കളെ, വക്കീലന്മാരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഈ സിനിമയിൽ അവർ കാണിച്ചിരിക്കുന്ന വളരെ റിയൽ ആയിട്ടാണ്. പിന്നെ അതിൽ പറയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ എല്ലാ പെണ്ണു വീട്ടുകാരും വില്ലന്മാരായിപ്പോയി എന്നുള്ളതാണ്. കുറച്ചും കൂടി ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്ന ആളുകളും ഉണ്ട്, അതായത് ഇരയാക്കപ്പെടുന്ന സ്ത്രീകളുമുണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അത് സിനിമ എടുക്കുന്നവരുടെ സ്വാതന്ത്ര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. സ്ഥിരമായിട്ട് മറ്റേ ഫാമിലി ഫീൽ ഗുഡ് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയുണ്ട്. ഈ മറ്റേ കൊലപാതകം ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് ക്ഷമിക്കുക, കുടുംബമല്ലേ, സ്നേഹമല്ലേ വലുത് എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ വൃത്തികേട് ഈ സിനിമയിൽ കാണിച്ചില്ല എന്നുള്ളത് എനിക്കതൊരു വലിയ പോസിറ്റീവ് ഘടകമായിട്ടാണ് ഫീൽ ചെയ്തത്. ആൻഡ് ആ ചിരിക്കുമ്പോൾ ഉള്ള സന്തോഷം, അഭിമാനം, സ്വാതന്ത്ര്യം, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് ആസിഫ് അലിയ ചെയ്തിരിക്കുന്നത്. നെഗറ്റീവായിട്ട് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിനൊരു പക്ഷാപാതപരമായ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വില്ലൻ പരിപാടികൾ ഇല്ലാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും ആ വില്ലത്തരങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു കുടുംബ കോടതിയിലേക്ക് നമ്മൾ വരുമ്പോൾ, കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ള ആളുകളുണ്ട്. ഇരയാക്കപ്പെടുന്നവരും വേട്ടയാടപ്പെടുന്നവരും രണ്ട് സൈഡിലുണ്ട്. ഡയലോഗിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ വിഷ്വലിൽ അല്ലെങ്കിൽ കഥ പറച്ചിലിൽ നമ്മളത് കാണുന്നില്ല. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ ഈ കൂട്ടുകാർ, വെള്ളവടി, സിഗരറ്റ് വലി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ട്രാക്ക് കുറച്ച് കൂടുതൽ ചെയ്തതുപോലെ എനിക്ക് തോന്നി. നായിക കഥാപാത്രം അവരുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത്, അവർക്കൊരു പ്രശ്നമുണ്ട്, അത് നമ്മൾ സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പക്ഷേ അങ്ങനെയുള്ള ആൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുക എന്നൊക്കെ പോലെയുള്ള കുറേ സംശയങ്ങളും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാരണം നമ്മളിവിടെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള, സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ മാത്രം വിവരമുള്ള, സ്വപ്നം കാണാനും വിവരം വേണമെന്നാണ് ഞാൻ പറയുക, സ്വപ്നം കാണാൻ മാത്രം വിവരമുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെയാണോ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. ആ കാര്യത്തിലുള്ള ഒരു കൺവിൻസിങ് ഫാക്ടറിൻ്റെ കുറവും, പിന്നെ കുറച്ച് ഹ്യൂമർ പോലെയൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഹാഫിലെ കുറച്ച് എനിക്ക് ഇഴച്ചിൽ തോന്നിയ രംഗങ്ങളും, പിന്നെ ഈ പറഞ്ഞ ഇച്ചിരി പക്ഷപാതപരമായി പോയില്ലേ എന്ന് പറയുന്ന ചോദ്യം, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. എന്നെ സംബന്ധിച്ചൊരു വൺ ടൈം വാച്ചബിൾ, തിയേറ്ററിൽ പോയി മറ്റേ തിയേറ്ററിലെ തീയും പുകയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനത്തെ ഒരു പടമല്ല ഇത്. എന്നാൽ അതേസമയം ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു സിനിമയാണ്. കാര്യം വളരെ സിമ്പിളാണ്. മനസ്സും ശരീരവും ഒരുമിച്ച് ഒരു സ്പേസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒത്തുപോവില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ വേദനിപ്പിക്കാനുള്ള രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ വളർത്തി വഷളാക്കാതിരിക്കുക. ഇപ്പോൾ
കുഞ്ഞുങ്ങളുണ്ടാവുന്നതിന് മുമ്പ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ഇമോഷണലി ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന റിലേറ്റീവ്സിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ച് അലമ്പാക്കാതിരിക്കാം. അങ്ങനെ കൂടുതൽ ആളുകളെ വേദനിപ്പിക്കാതെ ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ രണ്ട് വഴി തിരഞ്ഞെടുക്കുന്നത് അതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞ അത്രയും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്, ഓരോ ആളുകളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നതും ഡിഫറൻ്റ് ആയിട്ടാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.